السلام عليكم ورحمة الله وبركاته. مرحبا بكم جميعا. شلونكم؟ تمام. يلا. അപ്പോൾ മാഷാ അള്ളാ എന്നുള്ള യൂസേജ് അറബികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാഷാ അള്ളാ എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റ് യൂസേജ്? ഇപ്പോൾ നമ്മളോട് എന്ത് അറബി പറയുകയാണെങ്കിൽ നമ്മൾ മാഷാ അള്ളാ അങ്ങനെ പറയും. അപ്പോൾ എന്താണ്, എവിടെയാണ് മാഷാ അള്ളാ എന്ന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാറോട് ചോദിക്കാം, അപ്പോൾ മാഷാ അള്ളാ എന്നുള്ളത് കറക്റ്റ് എവിടെയാണ്, ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് നമ്മൾ പറയേണ്ടത്? അത് ചുരുക്കി പറയാം, ഏറ്റവും സന്തോഷവും അത്ഭുതം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് മാഷാ അല്ലാ പറയാം. ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്യാനും മാഷാ അല്ലാ പറയും. ഇപ്പോൾ ഞാൻ ഉഖ്തി ഹന്ന വസൽത്തിൻസി മാഷാ അല്ലാ, ഹന്നൻസി വസൽത്തിനി സന്തോഷം പറയും മാഷാ അല്ലാ. ഒരാൾ വളരെ നന്നായിട്ടുണ്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യുക മാഷാ അല്ലാ വെരി ഗുഡ് എന്ന അർത്ഥത്തിനും പറയും. അതേ സ്ഥാനത്ത് അതിനേക്കാൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? ഒരു അപകടം പറ്റിയെന്നിരിക്കട്ടെ, ആ അപകടം പറ്റിയോ സൗണ്ടിന് കേൾക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് മാഷാ അല്ലാ എന്ന് പറയാൻ പാടില്ല. പിന്നെ അവിടെ എന്താണ് പറയേണ്ടത്? അതാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ഡിസ്കഷൻ. ഇപ്പോൾ നമുക്ക് എന്താണ് അവർ പറയേണ്ടത് പറയാമോ? ഉദാഹരണം, നമ്മളൊരു അപകടം കേൾക്കുകയാണെങ്കിൽ അറബികൾ പൊതുവെ സുബ്ഹാനല്ലാ എന്നുള്ളത് പറയാം. കറക്റ്റ്, സുബ്ഹാനല്ലാ. അതും ഇതേപോലത്തെ ഒരു പ്രാർത്ഥനാ വചനം തന്നെയാണ്. പക്ഷെ അതെന്താണ്, ഒരു ഓ മൈ ഗോഡ് എന്ന് പറയുന്ന സ്ഥാനത്താണ്. ഓ മൈ ഗോഡ് എന്ന് പറയുന്ന സ്ഥാനത്താണ് അവരെന്താക്കുന്നത്, സുബ്ഹാനല്ലാ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ചില വാക്കുകൾ കൂടി ഉണ്ടല്ലോ, ഓ മൈ ഗോഡിന്റെ സെയിം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യാ ഇലാഹി എന്ന് പറയലുണ്ട്. കേൾക്കുമ്പോൾ അപകടം കേൾക്കുന്ന സമയത്തൊക്കെ യാ ഇലാഹി സുബ്ഹാനല്ലാ അങ്ങനെയൊക്കെ പറയാറുണ്ട്. യാ ഇലാഹി, അതെ, യാ ഇലാഹി ഓ മൈ ഗോഡ് എന്ന അർത്ഥത്തിനാണ് യാ ഇലാഹി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു അപകടം പറ്റുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്നാ ലില്ലാഹ്. അതിൻ്റെ പൂർണ്ണമായ ഒരു പ്രാർത്ഥനാ വചനമാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുമ്പോൾ, മരണം കേട്ടാൽ മാത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ അത് അറിയുള്ളൂ. അതേ സ്ഥാനത്ത് അവരൊരു അപകടം, മരണം പോലെ ഒരു ഹെവി അപകടം കേൾക്കുമ്പോഴും അറബികൾ എന്ത് പറയും? ഇന്നാ ലില്ലാഹി. ആംബുലൻസ് ഒക്കെ വരുന്ന ടൈമിൽ പറയും. അതെ, ഒരു ആംബുലൻസ്. അതെ, അതേപോലെ ഒരു അപകടം പറ്റി മരണം ഉണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും എന്ത് പറയും? ഇന്നാ ലില്ലാ. അത് ഒറ്റടിക്ക് പറയണ എന്ത് പറഞ്ഞാൽ മതി? ഇന്നാ ലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്നാ ലില്ലാ എന്ന് പറഞ്ഞാലും എന്തോ ഒരു കാര്യമായ അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു തോന്നലാണ് അതിലുണ്ടാകുക. ഓക്കെ, അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരു യൂസേജ്, അതും ഒരു പ്രാർത്ഥനാ വചനം തന്നെ. ഇതൊക്കെ ദൈവത്തിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ എല്ലാം ചുരുക്കാർത്ഥം. ലാ ഹൗല വലാ ഖുവ അത് മാത്രം പറയും. ഇനി മുഴുവൻ പറയുന്നവർക്ക് ആ ഒരു പ്രാർത്ഥന വചനം മുഴുവൻ പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇത്തരം ഒരു വാക്കുകൾ നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് നിന്ന്, അറബിയുടെ അടുത്ത് നിന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തിന് എന്തൊരു അപകടം മണത്തിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാഷാ അല്ലാ എന്നുള്ളത് ഒരു അപകടം കേൾക്കുന്ന സമയത്ത് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ എന്താ പറയാ എന്നുള്ളത് സാർ നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, ഒരു 4-5 വാക്ക് നമ്മൾ പഠിച്ചല്ലേ. ഒന്നെന്തായിരുന്നു? സുബ്ഹാനല്ലാ. അത് അപ്പോൾ ഒരു അപകടം വാർത്ത കേട്ടുമ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞു ഓടിച്ചെല്ലരുത്, സുബ്ഹാനല്ലാ എന്നാണ് പറയേണ്ടത്. അപ്പോൾ രണ്ടാമത്തത് യാ ഇലാഹി ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് പോലെ. മൂന്നാമത്തത് ഇന്നാ ലില്ലാ. അതൊരു മരണം സംഭവിക്കുമ്പോൾ പറയേണ്ടതാണെങ്കിലും മരണം പോലത്തെ അപകടം കേട്ടാലും നിങ്ങൾക്ക് എന്താ പറയുക? ഇന്നാ ലില്ലാ എന്ന് പറയാം. നാലാമത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതും ഇതേപോലെ ഒരു വിഷമം പിടിച്ച പ്രയാസമുള്ള സന്ദർഭത്തിൽ പറയേണ്ടതാണ്. ഇങ്ങനെ പ്രാർത്ഥനാവചനങ്ങളും സിറ്റുവേഷൻ അനുസരിച്ചുള്ള അത്ഭുത വാക്കുകളൊക്കെ ധാരാളം അറബികൾ ഉപയോഗിക്കാറുണ്ട്. അതുമായി നമുക്ക് പിന്നീട് ഇതുപോലെ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ കൊടുക്കുക. ശുക്രൻ ലിസ്തിമാഅക്കും. മഅസ്സലാം.